ഒറിഗാനോ, റോസ്മേരി. അമ്മയ്ക്ക് സാധനം മനസ്സിലായ? എന്താടാ? ഇതാണ് ഒറിഗാനോ. ഒറിഗാമിയോ? ഒറിഗാമി അല്ല, ഒറിഗാനോ. ഓ, കറിവേപ്പിലേക്ക് വേറെ ഇടുന്നതായിരിക്കും അല്ലേ? ആ ബെസ്റ്റ്. എൻ്റെ അമ്മ ഇത് ഇറ്റാലിയൻ ഫുഡ് ഇടുന്ന സാധനമാണ്. ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, അവിടെ ഇരുന്നാൽ മതി. എൻ്റെ അമ്മ എന്തൊക്കെയാ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്? ഞാൻ ഉണ്ടാക്കി തരുന്നത് അങ്ങോട്ട് കഴിക്കി. ശരിയാ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വായി വെച്ച് തിന്നാൻ കൊള്ളുമായിരുന്നു. ഇതേ ഞാൻ ആവശ്യത്തിന് ഇവിടെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇനി കൂടുതൽ ഇളക്കി തരണ്ട. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂഡിൽ ചെയ്യണ പരിപാടിയാണ്. ആ മൂഡ് പോയി. എടാ അതെ, നമ്മുടെ റോഷനില്ലേ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ഒച്ചത്തി പറ. അത് ശരിയാണല്ലോ. എടാ ചില കാര്യം പറയുമ്പോഴേ അമ്മയ്ക്ക് ശബ്ദം ഒന്നും വെളിയിലോട്ട് വരത്തില്ല. പരദോഷം പറഞ്ഞ് പഠിച്ചോണ്ടാ. അത് വിടാ, റോഷനില്ലേ അവള് പട്ടാ പകല് ദേ മുട്ടിന്റെ അത്രയും പോലും ഇറക്കില്ലാത്ത നിക്കറിട്ടോണ്ട് വഴി കൂടെ നടക്കുന്നടാ. നിക്കറല്ല, ഷോർട്സ്. അത് ഇട്ടോണ്ട്. എൻ്റെ അമ്മേ, ഞാൻ അങ്ങനെ പെണ്ണെ കെട്ടി വീട്ടിലോട്ട് വരും. നമ്മൾ കുറച്ച് ലിബറലായിട്ടൊക്കെ ചിന്തിക്കണം. പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം വേണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ഇട്ടേന്നേ. നമുക്ക് പ്രശ്നമൊന്നുമില്ലോ. അവിടെ പോയിരുന്നേ. പേടിക്കല്ലേ ഗ്രീഷു, ഞാനില്ലേ നേരെ നോക്കി ഓടിക്കും. ഒരു കുഴപ്പമില്ല. ഗ്രീഷു ബാഗ്, ഈ ജീൻസ്, ആ ഗ്ലാസ് അവിടെ ഇരിക്കണം. ചേട്ടനോ? ഞാനേ ബൈക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നേ, അപ്പൊ തന്നെ സാധിച്ചു തന്നെ എനിക്ക്. ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ, സുലേജു. ഓ, ഇരി. നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പഠിച്ചു വന്നതേ കവലേക്കൂടിയാ? അതെ. അപ്പൊ അവിടെ ആരെങ്കിലൊക്കെ നിക്കണ്ടായോ? അവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല ചേട്ടാ. സുലേജുനെ എനിക്ക് ഇഷ്ടാ. സുലേജുനാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അല്ലേ? അപ്പൊ ചേട്ടന്റെ അടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആളൊന്ന് പരിചയപ്പെടുത്താറാന്ന് വിചാരിച്ച് കൊണ്ടുവന്നേ. ഓ, അമ്മയ്ക്ക് അറിയാം. നല്ല വിനയുള്ള പയ്യനാടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ കാര്യമില്ല. അല്ല, കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആലോചിക്കാം അല്ലേ? എന്താലോചിക്കാൻ? ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തില്ല. അല്ല, കല്യാണം അവനവന്റെ പേഴ്സണൽ ഫ്രീഡം ആണ്. എന്നാലും അല്ലേ? എന്നാ പിന്നെ ചായ എടുക്കട്ടെ? എന്തിനു വേണോ? വേണ്ട. എടാ, നിനക്കെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇവൻ എന്തോ തിരക്കുണ്ടെന്ന്. നീ എന്നാ വിട്ടോ. പോട്ടെ അമ്മേ. ശരി മോനെ, പതുക്കെ എന്നാ ഇറങ്ങണേ. വിട്ടോ. ഓക്കെ. അമ്മയുടെ അനുഗ്രഹം ഞാൻ നേരത്തെ മേടിച്ചായിരുന്നല്ലോ. അതെ. ഗ്രീഷു, അമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും, നല്ല വിശപ്പ്. മതി. ആഹാ, കൊള്ളാലോ വീഡിയോ. പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടാ. അതെ, നിന്റെ ഈ രീതികളൊന്നും ശരിയല്ല. എന്ത്? ഒരു പയ്യനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അമ്മയുടെയും ചേട്ടന്റെ മുമ്പിൽ വെച്ച് ഞാൻ കെട്ടാൻ പോണ പയ്യനാന്ന് പറയുക. പോരാണ്ട് അവനെ ബൈക്കിൽ കയറ്റി വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൂടി മുഴുവൻ കറങ്ങി. ഇനി നാളെ എന്തൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കും? ചേട്ടന് വല്ല അസുഖമുണ്ടോ? ഞാൻ ആരും കൂടെ ഒളിച്ചോടി പോയെന്നില്ലല്ലോ. എന്റെ ഒരു ഇഷ്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ വന്ന് പറഞ്ഞു. അതിനെന്തോ? അത്രയല്ലേ ഉള്ളൂ. അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. ചേട്ടൻ എന്തൊക്കെയാ ഈ പറയണേ? ചേട്ടൻ സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഒന്നുമില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? പിന്നല്ലാതെ ആണും ഇച്ചിരി ലിബറലൊക്കെ ആവും. ഞാൻ ലിബറലും പ്രാക്ടിക്കലൊക്കെ തന്നെയാ. എന്നാലും സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോ നമ്മളവന്റെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ പ്രൊസീഡ് ചെയ്യുള്ളൂ. സുലേജു സൂപ്പറാ. സുലേജു നല്ല പേര്. എന്നാലും ചെറുക്കൻ നന്നായാ മതി. വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ആരെങ്കിലും അളിയന്റെ പേര് വെച്ച സുലേജു, ഇതൊക്കെ എങ്ങനെ പറയും? മൈ ഹാർട്ട്. ദേ ഏതോ ഒരു മൈ ഹാർട്ട് വിളിക്കുന്നുണ്ട്. അമ്മ നോക്ക്, മൈ ഹാർട്ട്. ഓ, അപ്പൊ നിങ്ങക്ക് എന്തോ ആവാല്ലേ? എനിക്കാണല്ലോ ഒന്നും പറ്റാത്ത. പിന്നെ എടാ മോനെ, ഒരു ദിവസം ഞാൻ ഇവിടെ ആരാണ്ടോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം മോള് പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രേമിക്കുന്നവർ തമ്മിലാണല്ലോ ഇമാതിരി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സംഗതി പ്രേമോ 150% ഉറപ്പുണ്ട്. ഓ അമ്മേ, അത് ഞങ്ങൾക്കും മനസ്സിലായി. അതിന് വലിയ റിസർച്ചിന്റെയും ബുദ്ധിയുടെയും ആവശ്യമൊന്നുമില്ല. മിനിമം കോമൺ സെൻസ് മതി. ആണോ? മനസ്സിലാക്കി പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ടെൻഷൻ അല്ലമ്മേ. അവൾ ഒരാളെ പ്രേമിക്കുന്നതിന് ഞങ്ങൾ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷമല്ലേ ഉള്ളൂ.
പക്ഷെ അവളെന്താ നമ്മളോട് പറയാത്തത്? അവൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ? നമ്മളങ്ങനല്ലേ അവളെ വളർത്തിയത്? എനിക്ക് അത് ഓർത്തിട്ടൊരു വിഷമം. ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് അമ്മയോടല്ലേ പറഞ്ഞേ? അന്നേ ഞാൻ പറഞ്ഞതാ ഈ അപകടമൊന്നും വേണ്ടാന്ന്. അമ്മേ, നമ്മളിപ്പോ സംസാരിക്കുന്ന ആദിമോടെ കാര്യ. ഒരു അപകടം വന്നതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അമ്മേ, തമാശയല്ല കേട്ടോ, ഞങ്ങൾ സീരിയസ് ആണ്. എൻ്റെ മോനെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമോടെ കാര്യം പറഞ്ഞ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? അവൾ എൻ്റെ മോളാ. സമയമാകുമ്പോൾ അവളെല്ലാം പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലയോ? പോയി വല്ല പണി നോക്കടാ. ഷടാ. ഒരു കട്ടൻ ചായ എടുത്ത്, മധുരം കുറച്ച് മതിയേ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയെന്നൊക്കെ വരും. സിന്ധു, നീ ഇതേ കള്ളകളി കളിക്കല്ലോ കേട്ടോ. ഞാനിവിടെ കളകൾ കളിച്ചു. നീ എപ്പോഴാ കള്ളകളി കളിക്കാത്തത്? ഇന്ന് ഞാൻ യൂനോ അടിച്ചില്ലെന്ന് നോക്കും. അമ്മയുടെ കളിയാണേ. ഒരു ബീക്ക് വെച്ചാൽ ഞാൻ ഇവിടെ നോക്കുന്നു. നോക്കലടി, ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞേ? കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കാന്ന്. അതൊരു നല്ല തീരുമാനമാ. സത്യായിട്ടും ഇതാണ് ആള്. നോക്കട്ടെ. എടി, ഞാൻ നോക്കട്ടെ. അയ്യോ, ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ട എന്റെ ഫാനല്ലേ? ഇങ്ങോട്ടുണ്ടോ നോക്കട്ടെ. നോക്കി. ആരുടെ ഫാൻ? എന്റെ. ഇത് നിന്റെ ഫാനല്ല, അവളുടെ ഫാൻ. അന്നത്തെ അവന്റെ നമ്പറൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഇവിടെ ആരും ഉടനെ ഒന്നും കല്യാണം വേണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളേ. എന്തായാലും ഇവള് സെലക്ട് ചെയ്യുമ്പോ എന്നെ പോലെ ഒരു മിടുക്കനെ സെലക്ട് ചെയ്യുള്ളൂ എനിക്കറിയാം. അച്ഛമ്മയുടെ ആ ഒരു തറവാടിത്തം കുഞ്ഞിനെ കൊണ്ടത് കാണിക്ക. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? നിന്റെ അഭിപ്രായം പറ മക്കളെ. അതെ, ഞാനിപ്പൊ എന്ത് അഭിപ്രായം പറയാനാ ലീലമ്മച്ചി? ആദ്യച്ചിരി ഇഷ്ടം, ആദ്യച്ചിരി സ്വാതന്ത്ര്യം. ഞാൻ കൊച്ചല്ലേ, കൊച്ചുങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? നിങ്ങൾ കളിക്ക്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പയ്യൻ അപ്രോഡാണ് കേട്ടോ. അമ്മ, പയ്യൻ അപ്രോഡാണ്. അച്ഛൻ പയ്യനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് വേണം. ബിസി ആയിരുന്നോ? ഇല്ല, ഞാൻ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്ന് ഇത്തിരി ഫ്രീ ആയിരുന്നു. പ്രീമിയം കാറിന്റെ സെക്കൻഡ് സീറ്റ് അല്ലേ? അതെ, എല്ലാം ഹൈ എൻഡ് കാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീമിയം ആണ്, പ്രോഫിറ്റും. കൊള്ളാം. സിഗരറ്റ്? അയ്യോ, ഞാൻ വലിയില്ല. അച്ഛനാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാട്ടോ. ഞാനും വലിയില്ല. കല്യാണത്തിന് മുമ്പ് വലിക്കായിരുന്നു. സിന്ദൂരൊറ്റക്കാരെ ആവശ്യപ്പെട്ടുള്ളൂ, സിഗരറ്റ് വലിക്കരുത്. അവക്കിന്റെ സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ തലവേന എടുക്കും, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടേ. ശരി. ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? പിന്നെ ഞാൻ 2 അടിക്കും. അതല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ. അമ്മ, പിന്നെ അനിയത്തി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്. അതെ, കാക്കനാട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലിയാ, കൂട്ടുകാരെ പോലെ. ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ സന്തോഷം എന്നാ, അറിയാലോ. ആദ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഭയങ്കര കോമഡിയാണ്. നമ്മള് വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അതെ, അല്ലെങ്കിൽ തന്നെ പിള്ളേരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒന്നും അല്ല പഠിപ്പിക്കണ്ടേ. വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണ്ട. ശരിയാ. ഗിരീഷിന്റെ മുഖത്ത് ആ ചിരിയുണ്ട്. എന്നാ ചെല്ലേ, ഞാനിരുന്ന് സമയം കളയുന്നില്ല, ഇറങ്ങിക്കോട്ടെ. പിന്നെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എനിക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പം എൻ്റെ അനിയത്തി ഇതുപോലെ തന്നെ അവളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നേ. അവരുടെ പൊരുത്തമാണ് ഏറ്റവും വലുത്. എന്നാലും വീട്ടിലൊരു കൊച്ചിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാനും ഇടയ്ക്ക് 2 അടിക്കും കേട്ടോ. അത് മതി. ശരി എന്നാ. ശരി അച്ഛൻ.